Sonnet 55. Not marble, nor the gilded monuments. വില്യം ഷേക്സ്പിയറുടെ സോണറ്റ് പരമ്പരയിലെ ഏറ്റവും ശക്തവും ഗംഭീരവുമായ മറ്റൊരു കവിതയാണ് സോണറ്റ് 55. ചരിത്രത്തിന്റെയും യുദ്ധങ്ങളുടെയും പശ്ചാത്തലത്തിൽ കവിതയുടെ അമരത്വത്തെ ഈ കവിത പ്രഖ്യാപിക്കുന്നു. 14 വരികളുള്ള പരമ്പരാഗത ഷേക്സ്പീരിയൻ സോണറ്റ് ഘടനയിലാണ് ഈ കവിത എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 4 വരികൾ വീതമുള്ള 3 ക്വാട്രെയിനുകളും കവിതയെ ചുരുക്കി പറയുന്ന 2 വരികൾ വീതമുള്ള ഒരു കപ്ലറ്റുമുണ്ട്. എ ബി എ ബി, സി ഡി സി ഡി, ഇ എഫ് ഇ എഫ്, ജി ജി എന്ന റൈമിംഗ് സ്കീമിലാണ് കവിത എഴുതിയിട്ടുള്ളത്. കവിതയിലുടനീളം അയാംബിക് പെൻറ്റാമീറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. ഇത് കവിതയ്ക്ക് മനോഹരമായ ഒരു സംഗീതാത്മകത നൽകുന്നു. കവിതയുടെ അവസാനം ദിസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതായി കാണാം. ഈ വാക്ക് കവിതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അതായത് സെൽഫ് റെഫറൻഷ്യൽ. കവിത അതിൻ്റെ സ്വന്തം ശക്തിയെ തന്നെയാണ് ഇവിടെ പ്രകീർത്തിക്കുന്നത്. നമുക്കിനി കവിതയിലേക്ക് പോകാം. നോട്ട് മാർബിൾ nor the gilded monuments of princes shall outlive this powerful rhyme, but you shall shine more bright in this contents than unswept stone besmeared with sluttish time. രാജാക്കന്മാരുടെ മാർബിൾ പ്രതിമകൾക്കോ സ്വർണം പൂശിയ സ്മാരകങ്ങൾക്കോ എൻ്റെ ശക്തമായ വരികളേക്കാൾ ആയുസ്സുണ്ടാകില്ല. കാലമാകുന്ന വേശ്യയാൽ അഴുക്കുപുരണ്ട ആരും തിരിഞ്ഞു നോക്കാത്ത കല്ലുകളേക്കാൾ തിളക്കത്തോടെ നീ എൻ്റെ വരികളിലൂടെ ജീവിക്കും. ഇവിടെ കവിതയുടെ തുടക്കത്തിൽ തന്നെ പ്രഭുക്കന്മാരുടെ ലൗകികമായ അധികാര ചിഹ്നങ്ങളെ കവി വെല്ലുവിളിക്കുന്നു. സ്വർണം പൂശിയ അഥവാ ഗിൽഡഡ് എന്നത് പുറംമൂച്ചി മാത്രമുള്ളതും ഉള്ളിൽ ദ്രവിച്ചു പോകുന്നതുമായ അധികാരത്തിന്റെ പ്രതീകമാണ്. ഇവിടെ സ്ലട്ടിഷ് ടൈം എന്നത് വഴി സമയത്തെ വിശ്വസ്തതയില്ലാത്ത വൃത്തികെട്ട കാലം എന്ന് കവി വിളിക്കുന്നു. കാലം മനുഷ്യൻ നിർമ്മിക്കുന്ന എല്ലാ ഭൗതിക വസ്തുക്കളെയും നശിപ്പിക്കുകയും അഴുക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ കവിതയിലെ വരികളെ അതിന് തൊടാനോ അഴുക്കാക്കാനോ സാധിക്കില്ല. When wasteful war shall statues overturn and royals root out the work of masonry, not Mars his sword nor war's quick fire shall burn the living record of your memory. നാശമുണ്ടാക്കുന്ന യുദ്ധങ്ങൾ പ്രതിമകളെ തകിടം മറിക്കുമ്പോഴും ആഭ്യന്തര കലഹങ്ങൾ കെട്ടിടങ്ങളെ വേരോടെ പിഴുതെറിയുമ്പോഴും യുദ്ധദേവനായ മാഴ്സിന്റെ വാളിനോ യുദ്ധത്തിലെ അഗ്നിക്കോ നിന്റെ ഓർമ്മകളുടെ ഈ ജീവസുറ്റ രേഖയെ, കവിതയെ നശിപ്പിക്കാനാവില്ല. മനുഷ്യചരിത്രത്തിലെ യുദ്ധങ്ങളും വിപ്ലവങ്ങളും എത്ര വലിയ കൊട്ടാരങ്ങളെയും കോട്ടകളെയും തകർത്ത് കളയാൻ പോന്നവയാണെന്ന് കവി പറയുന്നു. റോമൻ യുദ്ധദേവനായ മാഴ്സിനെ ഇവിടെ പ്രതീകമാക്കിയിരിക്കുന്നു. കവിതയെ കവി ലിവിംഗ് റെക്കോർഡ് അഥവാ ജീവിക്കുന്ന രേഖ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കല്ല് പോലെ കവിത ചലനമില്ലാത്തതല്ല, അത് തലമുറകളിലൂടെ ഒഴുകുന്ന ഒന്നാണ്. ഗെയിൻസ് ഡെത്ത് and all oblivious enmity, shall you pace forth, your praise shall still find room, even in the eyes of all posterity that wear this world out to the ending doom. മരണത്തിനും എല്ലാം മറവിയിലാഴ്ത്തുന്ന ശത്രുതയ്ക്കുമെതിരെ നീ മുന്നോട്ട് നടക്കും. നിന്റെ സ്തുതികൾക്ക് ഇവിടെ എന്നും ഇടമുണ്ടാകും. ഈ ലോകത്തിന്റെ അവസാനം വരെ വരാനിരിക്കുന്ന എല്ലാ ഭാവി തലമുറകളുടെയും കണ്ണുകളിൽ നീ ജീവിക്കും. മരണത്തെയും വിസ്മൃതിയെയും തോൽപ്പിച്ച് പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ ഒരു സൈനികനെ പോലെ ചരിത്രത്തിലൂടെ മുന്നോട്ട് നീങ്ങുമെന്നും കവിതയിൽ പറയുന്നു. പോസ്റ്റെറിറ്റി എന്നാൽ ഭാവി തലമുറകൾ. ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ കവിത വായിക്കപ്പെടുമെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു. So, till the judgment that yourself arise, you live in this and dwell in lovers' eyes. അന്ത്യവിധിയുടെ നാളിൽ ദൈവത്താൽ നീ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഈ കവിതയിൽ നീ ജീവിക്കും. പ്രണയിതാക്കളുടെ കണ്ണുകളിലും നീ ജീവിക്കും. ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള അന്ത്യവിധി നാളിനെയാണ്
ഡൂംസ്ഡേ അഥവാ ജഡ്ജ്മെന്റ് ഡേ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അന്ന് ദൈവം മനുഷ്യരെ നേരിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ ഈ കവിത പ്രിയപ്പെട്ടവന് ഭൂമിയിൽ താൽക്കാലികവും എന്നാൽ സുരക്ഷിതവുമായ ഒരു അഭയകേന്ദ്രമായിരിക്കും. ഇനി കവിതയിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്ന് പരിചയപ്പെടാം. മെറ്റീരിയൽ പോം വേഴ്സസ് പോയറ്റിക് പോർട്ടബിലിറ്റി. മാർബിളും സ്വർണവും ഭാരമേറിയതും ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തേണ്ടതുമാണ്. അതിനാൽ തന്നെ അവ യുദ്ധങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളിലും പെട്ടെന്ന് തകർന്നു പോകും. എന്നാൽ കവിത ഭാരമില്ലാത്ത, മനുഷ്യന്റെ മനസ്സിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒന്നാണ്. അതിനെ കത്തിച്ചു കളയാനോ തകർക്കാനോ സാധിക്കില്ല. പോയട്രി ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഭൗതികമായ എല്ലാ വസ്തുക്കളും നശിക്കുമെങ്കിലും കവിതയ്ക്ക് മരണമില്ലാതെ കാലങ്ങളോളം നിലനിൽക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് കവി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. രാജാക്കന്മാർ തങ്ങളുടെ അധികാരം കാണിക്കാൻ നിർമ്മിക്കുന്ന പ്രതിമകൾ പോലും തകരും. പക്ഷേ എഴുതപ്പെട്ട വാക്കുകൾ ആ കാലത്തെ അതിജീവിക്കും. ഫ്യൂട്ടിലിറ്റി ഓഫ് മെറ്റീരിയൽ മോണുമെന്റ്സ്. മനുഷ്യർ തങ്ങളുടെ പ്രശസ്തി നിലനിർത്താൻ വലിയ മാർബിൾ കൊട്ടാരങ്ങളും സ്വർണ പ്രതിമകളും ഉണ്ടാക്കുന്നു. എന്നാൽ സമയം, യുദ്ധം ഇവയ്ക്ക് മുന്നിൽ എല്ലാം വെറും നിസ്സാരമാണ്. പ്രകൃതിയും യുദ്ധങ്ങളും മനുഷ്യ സൃഷ്ടികളെ തകർത്തെറിയുമെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ടൈം ആസ് എ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സ്. കവിതയിൽ സമയത്തെ സ്ലട്ടിഷ് ടൈം അഥവാ വൃത്തികെട്ട സമയം എന്നാണ് കവി വിളിക്കുന്നത്. സമയം ഒന്നിനോടും കരുണ കാണിക്കാത്ത, എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒന്നാണ്. അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക വഴി കല മാത്രമാണ്. ജഡ്ജ്മെന്റ് ഡേ. യേശുക്രിസ്തു തിരികെ വന്ന് മരിച്ചവർക്ക് ഉയർത്തെഴുന്നേൽപ്പ് നൽകുന്ന അവസാന ന്യായവിധി ദിവസം വരെ പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ടൈം ക്യാപ്സ്യൂളാണ് ഈ സോണറ്റ്. പ്രിയപ്പെട്ടവന്റെ ഓർമ്മകൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ടൈം ക്യാപ്സ്യൂളായിട്ടാണ് തന്റെ സോണറ്റിനെ കവി കണക്കാക്കുന്നത്. ദ ഗ്രേറ്റ് ഐറണി. തന്റെ വരികളിലൂടെ കവി പ്രിയപ്പെട്ടവനെ അമരനാക്കുമെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും കവിതയിൽ ഒരിടത്തും ആ യുവാവിന്റെ പേര് പരാമർശിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ആ യുവാവിന് പകരം ഷേക്സ്പിയർ എന്ന കവിയുടെ പ്രതിഭയാണ് നൂറ്റാണ്ടുകളായി ഈ കവിതയിലൂടെ അമരമായി നിലകൊള്ളുന്നത്. ഇനി കവിതയിലെ പ്രധാന പ്രതീകങ്ങൾ അഥവാ സിംബൽസ് ഒന്ന് മനസ്സിലാക്കാം. സ്റ്റോൺ ആൻഡ് മോണുമെന്റ്സ്. ഭൗതിക ലോകത്തിന്റെ താൽക്കാലിക അവസ്ഥയെയും മനുഷ്യന്റെ അഹങ്കാരത്തെയും ഇവ സൂചിപ്പിക്കുന്നു. റോമൻ യുദ്ധദേവനായ മാർസ്. നാശത്തിന്റെ പ്രതീകമാണ് മാർസ് എന്ന യുദ്ധദേവൻ. യുദ്ധത്തിന്റെ തീയ്ക്കോ വാളിനോ കവിതയിലെ ഓർമ്മകളെ സ്പർശിക്കാൻ കഴിയില്ല എന്ന് സ്ഥാപിക്കാൻ ഈ പ്രതീകം സഹായിക്കുന്നു. ലവേഴ്സ് ഐസ്. കവിത വായിക്കുന്ന വായനക്കാരുടെ മനസ്സിനെ ഈ പ്രതീകം സൂചിപ്പിക്കുന്നു. കവിത തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവനും അതിലൂടെ പുനർജനിക്കുന്നു. വില്യം ഷേക്സ്പിയർ എഴുതിയ 18-ാമത്തെ സോണറ്റിനും 55-ാമത്തെ സോണറ്റിനും ചില സാമ്യങ്ങളുണ്ട്. രണ്ട് കവിതകളുടെയും പ്രമേയം ഒന്നാണ്: കലയിലൂടെ സൗന്ദര്യത്തിന് അമരത്വം നൽകുക. രണ്ട് കവിതകളും ഫെയർ യൂത്ത് എന്ന യുവാവിനെ ഉദ്ദേശിച്ചുള്ളതാണ്. സാമ്യത പോലെ തന്നെ ചെറിയ ചില വ്യത്യാസങ്ങളുമുണ്ട്. 18-ാമത്തെ സോണറ്റിൽ കവി പ്രകൃതിയുടെ ഭംഗിയോടൊപ്പമാണ് പ്രിയപ്പെട്ടവനെ താരതമ്യം ചെയ്യുന്നത്. എന്നാൽ 55-ാമത്തെ സോണറ്റിൽ കവി മനുഷ്യ സൃഷ്ടികളായ പ്രതിമകൾ, സ്മാരകങ്ങൾ എന്നിവയോടൊപ്പമാണ് പ്രിയപ്പെട്ടവനെ താരതമ്യം ചെയ്യുന്നത്. ഇവ കൂടാതെ 55-ാമത്തെ സോണറ്റിൽ യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കടുത്ത യാഥാർത്ഥ്യങ്ങളും പ്രതിപാദിക്കുന്നു. രണ്ട് കവിതകളിലും പ്രിയപ്പെട്ടവന്റെ യഥാർത്ഥ പേരോ രൂപഭാവങ്ങളോ വിവരിച്ചിട്ടില്ല. ഇതിലൂടെ ഷേക്സ്പിയർ തന്റെ പ്രിയപ്പെട്ടവനേക്കാൾ തന്റെ സ്വന്തം കവിതയ്ക്കാണ് അമരത്വം നേടിക്കൊടുത്തത്. ഈ കവിതയുടെ ഇംഗ്ലീഷ് സാരാംശം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.